സ്റ്റോപ്പ് സ്റ്റഡിങ്. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഈ തമ്പ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തത് അല്ലേ? നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, എന്തോ പഠിക്കാതിരിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുക, എങ്ങനെ പഠിച്ചാൽ പ്രശ്നമാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണും. ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കും. നമുക്ക് ഒരുപാട് പോർഷൻസ് തീർക്കാനുണ്ട്. അപ്പോൾ ഒരു 5-5.5 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റഡിങ് അല്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. കാരണം നമ്മുടെ ബ്രെയിനിന് അത്രയും പണിയെടുക്കാനൊന്നും പറ്റില്ല. ഒരു ഫുൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു ടോട്ടൽ കോൺസെൻട്രേഷൻ കിട്ടുക മാക്സിമം പോയാൽ ഒരു 30 മിനിറ്റ്സ് വരെയാണ്. അപ്പോൾ ആ ഒരു 30 മിനിറ്റ്സ് എത്തുമ്പോൾ എന്ത് ചെയ്യുക? ചെറിയൊരു ബ്രേക്ക് നിങ്ങൾ എടുക്കുക. ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ TV ഫോണൊക്കെ നോക്കിയിരുന്ന് കുറേ നേരം 1-1.5 മണിക്കൂർ എടുക്കാനുള്ള ബ്രേക്ക് അല്ല. ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നടന്നു പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് ജസ്റ്റ് വർത്താനം പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ചെറിയ ബ്രേക്കെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പഠിക്കാനിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു വീട്ടിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് എവിടെന്നാ? കിച്ചണിൽ നിന്നാണ് അല്ലേ? അപ്പൊ കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ അവിടെ കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഹാളിലേക്ക് വരികയാണെങ്കിൽ ജനറൽ ആയിട്ട് നമ്മുടെ ഗസ്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിൽ TV കാണാനും ഫൺ ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹാൾ യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ വൈകുന്നേരം നമുക്കൊന്ന് കിടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ കിച്ചണിലേക്കോ ഹാളിലേക്കോ ആണോ പോവാറ്? അല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ പോയിട്ടാണ് കിടന്നുറങ്ങാറ്. അപ്പൊ നമുക്കറിയാം, ഓരോ പേർപ്പസിനും നമുക്ക് ഓരോ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാനും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഏരിയ നമ്മൾ കണ്ടുവെക്കുക. അതിനൊരു പ്രത്യേകിച്ച് റൂം വേണമെന്നൊന്നുമില്ല. ഒരു ടേബിളും ഒരു ചെയറും, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ നമ്മൾ എന്താ ചെയ്യാറ്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബെഡിൽ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ ഹാളിൽ നിന്ന് പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പഠിക്കും. എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ അതുപോലെ തന്നെ ചെയറും നിങ്ങൾ ആ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാണ്. നിങ്ങൾ അവിടെ പോയിട്ട് സ്വാഭാവികമായിട്ടും ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തോന്നും, ഓക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ട്രെയിൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു സ്ഥലം നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും ബെസ്റ്റ് വേയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ആ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബ്രെയിന് സ്വാഭാവികമായിട്ടും ഓക്കെ ഞാനിപ്പോൾ പഠിക്കാനിരിക്കുകയാണൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് എണീക്കുള്ളൂ എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നമുക്ക് ആദ്യം വന്നോളണമെന്നില്ല. പക്ഷെ അത് നമ്മൾ യൂസ്ഡ് ടു ആയിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് മാറും. അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിട്ട് പിന്നീട് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു റൂട്ടീൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നമ്പർ 3, അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കും കൂടിയാണിത്. എന്താണ്? നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കും അല്ലെ? അതാണ് നല്ലത്. ബൈ ഹാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ടെക്സ്റ്റിലുള്ള പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന വെച്ച് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ആ ഒരു കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവാതെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ അവിടെ എന്ത് പ്രശ്നം പറ്റും? കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് പോയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് തന്നെ എന്താവും? നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാവും. ആ പഠിച്ച് തൊട്ടപ്പുറത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ കുറച്ചൊരു 4 ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു പൊടി പോലും നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു സാധനവും പഠിക്കുന്ന സമയത്ത് അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം? നമ്മൾ ആ ഒരു കാര്യത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും എങ്ങനെ തലതിരിഞ്ഞ് ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദി ലാസ്റ്റ് വൺ, സ്ലീപ്പ്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റുഡൻസിന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ സ്ലീപ്പ് തന്നെയാണ് അല്ലേ. ഒരുപാട് പഠിക്കാനുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാംസ് വരുന്ന സമയത്ത് നമ്മൾ വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ പഠനത്തെയാണ് ബാധിക്കുന്നത്, നമ്മൾ അറിയില്ല. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് അയ്യോ ഞാൻ ഇതെല്ലാം പഠിച്ചതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റാത്തത് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക അത് നമ്മളുടെ ഉറക്കം കിട്ടാത്തതിന്റെ പ്രോബ്ലം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീപ്പ് തന്നെയാണ്. ആവറേജ് നിങ്ങൾ ഒരു 6 to 8 hours, ഏറ്റവും നിങ്ങൾ കൂടുതലായിട്ട് 8 മണിക്കൂർ തന്നെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം നിങ്ങൾ ഒരു 6 മണിക്കൂർ എങ്കിലും മക്കളെ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ബ്രെയിനിനെയും അതുപോലെ തന്നെ മെമ്മറി പവറിനെയും എല്ലാം അത് ഇൻവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതായത് രാവിലെ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയം ഫിക്സ് ചെയ്യുക, രാവിലെ എണീക്കുന്ന സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതായത് ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ തോന്നുന്ന സമയത്തായിരിക്കും നിങ്ങൾ എണീക്കുന്നുണ്ടാവുക. പക്ഷെ എന്ത് ചെയ്യാം, ഓരോ ദിവസവും നിങ്ങൾ എണീക്കുന്ന സമയം ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പൊ 7 o'clock നിങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ സ്റ്റഡി ടൈം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 10:30 ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഫിക്സ് ചെയ്യുക. അപ്പൊ മിസ് പറഞ്ഞ ടൈം തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യണം എന്നില്ല, പക്ഷെ അത് നിങ്ങൾ ഡെയിലി അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു റൂട്ടീനായിട്ട് അത് മാറും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടും. സോ മക്കളെ, നിങ്ങൾ ഒരിക്കലും നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. അപ്പൊ ഈ പറഞ്ഞ മിസ്റ്റേക്സിൽ നിങ്ങൾ ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയത് ആൻഡ് ഏതൊക്കെയാണ് നിങ്ങൾ തിരുത്താൻ പോകുന്നത് എന്നുള്ളത് ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് സ്റ്റഡിങ് ലൈക്ക് ദാറ്റ്.